കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ കിടന്ന് പുകയുന്ന വാർത്തകളാണ് തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ബലൂചിസ്ഥാൻ, മറുവശത്ത് പാക് ഒക്യുപ്പൈഡ് കശ്മീർ POK, മറ്റൊരു വശത്ത് ഖൈബർ പഖ്തൂൻഖ്വയിലെ TTP ആക്രമണങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ അസ്ഥിരത, എല്ലാത്തിനും പുറമെ യുദ്ധം മൂത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത ഇറാനും. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ആദ്യമേ ആടിയുലയുകയാണ് പാകിസ്ഥാൻ. അതിനിടക്ക് കൂനിന്മേൽ കുരുകണക്കെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളും. കാര്യങ്ങളൊക്കെ ആസിം മുനീറിൻ്റെ കൈവിട്ടുപോയിരിക്കുന്നു. ആദ്യം ബലൂചിസ്ഥാനിലേക്ക് പോയി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂച്ച് ദേശീയവാദിയായ മിർ യാച്ച് ബലൂച്ചാണ് വലിയ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കുന്നു. ബലൂചിസ്ഥാൻ്റെ 85% പ്രദേശവും ഇപ്പോൾ ബലൂച്ച് പോരാളികളുടെ നിയന്ത്രണത്തിലാണത്രേ. അതോടൊപ്പം ബലൂചിസ്ഥാന് സ്വന്തമായി ദേശീയ പതാകയുണ്ട്, ദേശീയ ഗാനമുണ്ട്, സ്വന്തം കറൻസി പോലും പ്രഖ്യാപിച്ചു കളഞ്ഞിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഒരു പുതിയ രാജ്യം ജനിക്കുന്നത് ഒരാൾ പ്രഖ്യാപിച്ചതുകൊണ്ടായില്ല, ഒരു പതാക ഉണ്ടായതുകൊണ്ടായില്ല. അതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ചരിത്രമുണ്ട്, ജനങ്ങളുടെ അംഗീകാരമുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുവെന്നാണ് അവർ വാദിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ നിലവിൽ വന്നു അത്രേ. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ രണ്ടായി പിളർന്നുവെന്നാണ് അർത്ഥം. പാകിസ്ഥാൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ബലൂചിസ്ഥാൻ രാജ്യത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തികളുള്ള പ്രദേശമാണ്. അറബിക്കടലിനോട് ചേർന്ന ദീർഘമായ തീരപ്രദേശമുള്ള പ്രദേശമാണ്. ബലൂചിസ്ഥാൻ വേർപിരിയുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തെ യഥാർത്ഥത്തിൽ പാപ്പരാക്കും. ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായ ഐക്യരാഷ്ട്രസഭയോ ലോകത്തിലെ പ്രധാന രാജ്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം നമുക്കങ്ങനെ പറയേണ്ടതില്ല എന്ന് വെക്കാം. അന്താരാഷ്ട്ര നിയമപ്രകാരം ബലൂചിസ്ഥാൻ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ബലൂചിസ്ഥാനിലെ പ്രതിസന്ധിയുടെ ഗൗരവം കുറയുന്നില്ല. കാരണം പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളികളിൽ ഒന്നാണ് ഈ ബലൂചിസ്ഥാൻ പ്രശ്നം. ബലൂച്ചിൻ്റെ ചരിത്രം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1947 ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയത്തേക്ക് പോയി നോക്കണം ആ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ. അന്ന് കലാത്ത് എന്ന് പറയുന്ന ആ ദേശത്തെ നാട്ടുരാജ്യം സ്വതന്ത്രമായി തുടരാൻ ശ്രമിച്ചതായിരുന്നു. ബലൂച്ച് ദേശീയവാദികൾ ഇന്ന് വാദിക്കുന്നത് പോലെ 1948 സൈനിക സമ്മർദ്ദത്തിലൂടെ അടിച്ചമർത്തി പാകിസ്ഥാനിൽ ലയിപ്പിച്ച പ്രദേശമാണത്. ഇസ്ലാമാബാദ് അത് അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഈ തർക്കം അവസാനിച്ചിട്ടില്ല, അത് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനെ അത്രയും നിർണായകമാക്കുന്ന പല ഘടകങ്ങളുണ്ട് അവിടെ. ഏറ്റവും ആദ്യം അവിടെയുള്ള വിഭവങ്ങളാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. അവിടെയുള്ള റയർ എർത്ത് മിനറലുകളുടെ സാന്നിധ്യം, ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ധാതുക്കൾ, പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ്, കൽക്കരി, മറ്റ് ധാതുസമ്പത്ത്, അറബിക്കടലിലേക്കുള്ള പ്രവേശനം, ഗ്വാദർ തുറമുഖം എല്ലാം കിടക്കുന്നത് ബലൂചിസ്ഥാനിലാണ്. ബലൂച്ച് ദേശീയവാദികൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് അവരുടെ മണ്ണിലെ സമ്പത്ത് അത് അവർക്ക് കിട്ടുന്നില്ല എന്നാണ്. അവിടുത്തെ വിഭവങ്ങൾ എടുത്ത് അത് ഇസ്ലാമാബാദിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ്. അവിടുത്തെ പ്രദേശവാസികൾക്ക് വികസനം ലഭിക്കുന്നില്ല, അതാണ് അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയവാദം. അതിനിടയിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്, അത് ചൈനയുടെ ഇടപെടലാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അത് ഗ്വാദർ തുറമുഖത്ത് വന്നാണ് അവസാനിക്കുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപ പദ്ധതികളിലൊന്നാണ് ഗ്വാദർ തുറമുഖം. ഇതെല്ലാം കടന്നു പോകുന്നത് അവസാനിക്കുന്നത് ബലൂച്ചിലാണ്. ബലൂച്ചിലെ സായുധ സംഘടനകൾ പലതവണ ഈ പദ്ധതികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് അവരുടെ ഭൂമിയിൽ അവരോട് ചോദിക്കാതെ വികസനം എന്തിനടിച്ചേൽപ്പിക്കുന്നുവെന്നാണ്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഇതെല്ലാം വികസനത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ്, അവിടെയുള്ള സായുധ സംഘടനകൾ ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇതാണ് കഥയെ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ബലമായി കാണാതാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളുണ്ട്, സൈനിക നടപടികളുണ്ട്. മറുവശത്ത് സായുധ ആക്രമണങ്ങളുണ്ട്, റെയിൽവേ ആക്രമണങ്ങളുണ്ട്, സുരക്ഷാ സേനയ്ക്കെതിരെ ആക്രമണങ്ങളുണ്ട്, ചൈനീസ് പദ്ധതികൾക്കെതിരെ ആക്രമണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വരിയിൽ വിശദീകരിക്കാൻ കഴിയില്ല. ആ പ്രതിസന്ധി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴവർ സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാൻ്റെ തലവേദന. മറുവശത്ത് പാകിസ്ഥാൻ അധീന കശ്മീർ POK, അവിടെ അസാധാരണമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. സമീപ വർഷങ്ങളിൽ ഈ മേഖല കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധങ്ങളിലൊന്ന്
അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും പല സ്ഥലങ്ങളും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് അവിടെ നിയന്ത്രണങ്ങളുണ്ട്. നിരവധി സാമൂഹിക പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘർഷത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെക്കുറിച്ച് ഇന്ത്യയും പ്രതികരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സാധാരണ ജനങ്ങൾക്കെതിരെ അമിതമായ ബലം പ്രയോഗിക്കുകയാണെന്നാണ് ഇന്ത്യ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിക്കരുത്, ഇസ്ലാമാബാദിനെ ഉത്തരവാദിത്തപ്പെടുത്തണം എന്നെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ അധീന കശ്മീരിൽ വർഷങ്ങളായി തുടരുന്ന രാഷ്ട്രീയ അടിച്ചമർത്തലിൻ്റെ, അടിസ്ഥാന അവകാശ നിഷേധങ്ങളുടെ, ഭരണപരമായ അവഗണനയുടെ സ്വാഭാവിക പ്രത്യാഘാതമാണ് ഈ പ്രതിഷേധം. പാക് അധീന കശ്മീരിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായത്? ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയാണ്, JAAC. 2023 ഈ കമ്മിറ്റി രൂപം കൊള്ളുന്നത്. ഇതൊരു കൂട്ടായ്മയാണ്. സിവിൽ സമൂഹ സംഘടനകളുണ്ട്, വ്യാപാരികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മതസംഘടനകളുണ്ട്, വിവിധ വിഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടന. ആദ്യഘട്ടത്തിൽ ഇവർ പ്രതിഷേധം നടത്തിയത് വൈദ്യുതി നിരക്കിലെ കുത്തനെയുള്ള വർധനയ്ക്കെതിരെയായിരുന്നു. അതിനൊപ്പം കുതിച്ചുയരുന്ന വിലക്കയറ്റത്തിനെതിരായിരുന്നു. അവിടെ പ്രത്യേകിച്ച് ഗോതമ്പ് പൊടിയുടെ വില, അവശ്യ സാധനങ്ങളുടെ വില എല്ലാം കുതിച്ചുയർന്നപ്പോഴാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. പക്ഷേ സാമ്പത്തിക ആവശ്യങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു സമരമായി ഈ സമരം അധിക നാൾ നിന്നില്ല. ക്രമേണ ഈ പ്രക്ഷോഭം രാഷ്ട്രീയ ആവശ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. JAAC മുന്നിൽ അവതരിപ്പിച്ചത് 38 ആവശ്യങ്ങളുള്ള ഒരു ചാർട്ടറാണ്. അതിൽ ചില പ്രധാന ആവശ്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, പ്രാദേശികമായി അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്നാണ്. പ്രത്യേകിച്ച് മംഗള ഡാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, ആ വൈദ്യുതി അവിടെയുള്ള ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. സബ്സിഡിയുള്ള ഗോതമ്പ് വിതരണം വേണം, ഭരണ സംവിധാനം കൂടുതൽ സുതാര്യമാകണം, ഇങ്ങനെ തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഒരു വിവാദത്തിന് കാരണമായത്. അത് POK നിയമസഭയിലെ 12 സംവരണ സീറ്റുകൾ റദ്ദാക്കണമെന്ന ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ആവശ്യം ഇത്രയും വിവാദമായത്? കാരണം ഈ 12 സീറ്റുകളും 1947 വിഭജന കാലത്ത് ജമ്മു കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്ത സീറ്റുകളായിരുന്നു. ഇന്ന് പക്ഷേ ആ വോട്ടർമാർ POKയിൽ താമസിക്കുന്നില്ല. പാകിസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിലാണ് അവരിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ POK നിയമസഭയിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇവിടെയാണ് പ്രതിഷേധക്കാർ ഒരു ചോദ്യം ഉയർത്തുന്നത്. POKയിൽ താമസിക്കാത്തവർ, അവർ അവിടുത്തെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നു എങ്കിൽ പിന്നെ ആ പ്രദേശത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശം എവിടെ? പ്രതിഷേധക്കാർ പറയുന്നത് ഈ സംവിധാനമെന്ന് പറയുന്നത് ഇസ്ലാമാബാദിന് അഥവാ പാകിസ്ഥാൻ കേന്ദ്ര സർക്കാരിന് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ അനാവശ്യ സ്വാധീനം ചെലുത്താൻ അവസരമൊരുക്കുന്നുവെന്നാണ്. അതുകൊണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണ വിഷയമായി മാറിയിട്ടുണ്ട്. ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ മറ്റൊരു കാരണവുമുണ്ട്. ജൂലൈ 27 POKയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. JAAC മുസഫറാബാദിലേക്ക് ഒരു വലിയ മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളാണ് ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ആ മാർച്ച് ഭരണകൂടം അനുവദിച്ചില്ല. പകരം അവർ മറ്റൊരു നടപടിയാണ് സ്വീകരിച്ചത്. JAACയെ ഭീകരവിരുദ്ധ നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നു. സംഘടനയുടെ നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ചിലരെ പിടികൂടുന്നവർക്ക് പാരിതോഷികം വരെ പ്രഖ്യാപിച്ചു കളഞ്ഞു. അതാണ് സാഹചര്യം കൂടുതൽ വഷളാക്കിയത്. പ്രതിഷേധം ശക്തമായി. പല സ്ഥലങ്ങളിലും സുരക്ഷാ സേന വെടിവെച്ചു. ശവസംസ്കാര യാത്രകൾ പോലും ഏറ്റുമുട്ടലുകളായി മാറി. റാവൽകോട്ട്, മിർപൂർ, മുസഫറാബാദ് ഇങ്ങനെ നിരവധി നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട്. 30-ലധികം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം JAAC വീണ്ടും ഒരു ലോങ് മാർച്ച് നടത്തിയിരുന്നു. അറസ്റ്റിലായ പ്രവർത്തകരെ ഇതുവരെ മോചിപ്പിച്ചിട്ടില്ല. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. സുരക്ഷാ സേന നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. UK-യിലും US-ലും പലയിടത്തും പാകിസ്ഥാൻ എംബസിക്ക് മുമ്പിൽ JAACയുടെ പ്രതിഷേധങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ സമരം വൈദ്യുതി ബില്ലിനെതിരെ പ്രതിഷേധമായി തുടങ്ങിയ സമരം, വിലക്കയറ്റത്തിനെതിരെ സമരമായി തുടങ്ങിയത് പക്ഷേ അതിനപ്പുറത്തേക്ക് വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് കൂടുതൽ രാഷ്ട്രീയ പ്രാതിനിധ്യമാണ്, ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാനം. POKയിൽ ഭരണഘടനാ പരിഷ്കരണം ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടാകുന്നു. ഒരു വശത്ത് ബലൂചിസ്ഥാൻ, മറുവശത്ത് POK. അവിടെ ഒതുങ്ങുന്നില്ല.
പാകിസ്ഥാൻ നേരിടുന്ന ഭീഷണികൾ. നോർത്ത് വെസ്റ്റ് ഭാഗത്ത് TTPയുടെ ആക്രമണങ്ങളുണ്ട്, അകത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട്. ഇതെല്ലാം ഒരുമിച്ചാകുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരുകയാണ്. പാകിസ്ഥാൻ ഇന്ന് അതിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ആഭ്യന്തര സംഘർഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്: ഭയവും സൈനിക ശക്തിയും കൊണ്ട് ഒരു പ്രദേശത്തെ നിയന്ത്രിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ ജനങ്ങളുടെ സമ്മതമില്ലാതെ ഒരു പ്രദേശത്തെ ദീർഘകാലം ഭരിക്കാൻ സാധിക്കില്ല. ബലൂചിസ്ഥാൻ്റെ ഭാവി എന്തായിരിക്കും? അതൊരു സ്വതന്ത്ര രാഷ്ട്രമാകുമോ, അല്ലെങ്കിൽ അത് കൂടുതൽ സ്വയം ഭരണത്തിലേക്ക് എത്തുമോ? POKയുടെ ഭാവി എന്തായിരിക്കും? അവിടെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു വ്യക്തമായ ഉത്തരമില്ല. പാകിസ്ഥാൻ്റെ തന്നെ ഭാവി എന്തായിരിക്കുമെന്നതിൽ ഒരു വ്യക്തതയുമില്ല. ബലൂചിസ്ഥാൻ ഒരു പ്രവിശ്യയുടെ കഥ മാത്രമല്ല, ദക്ഷിണേഷ്യയുടെ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഭൗമ രാഷ്ട്രീയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. പാക് ഒക്യുപ്പൈഡ് കശ്മീർ ഒരു ദേശത്തിൻ്റെ കഥയല്ല. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ലോകം തന്നെയും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഇടങ്ങളാണ്. ഇതിനെല്ലാം പുറമെ ഒരു അതിർത്തിയിൽ ഇറാനാണ്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത രാജ്യം. നോക്കിയും കണ്ടും നിന്നില്ലെങ്കിൽ പണി പാലും വെള്ളത്തിലല്ല, പച്ചവെള്ളത്തിൽ തന്നെ കിട്ടും. പാകിസ്ഥാൻ്റെ കാര്യം കട്ടപ്പുകയാകും.